ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കോളേജിലെ കുട്ടികളെയും കൊണ്ടിട്ട് നമ്മളൊന്നൊരു ഔട്ട്റീച്ച് പ്രോഗ്രാമിന് പോവുകയാണ്. അപ്പോൾ പോകുന്നത് കോട്ടയത്തേക്കാണ്. കോട്ടയത്തുള്ള അക്ഷരം മ്യൂസിയം കാണാനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ വാഗമണ്ണിലേക്കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ആ വാഗമണ്ണിലെ ട്രിപ്പ് കൂടെ കഴിഞ്ഞ് നമ്മൾ നേരെ കോളേജിലേക്ക് തിരിച്ചെത്തുന്നു. അപ്പോൾ ഇന്നൊരു നല്ല അടിച്ച് പൊളിക്കുന്ന തിമിർക്കുന്ന ഒരു ദിവസത്തെ വ്ളോഗാണുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിള്ളേർ ഡാൻസും പാട്ടും തിമിർപ്പുമായിട്ടൊക്കെ അവിടെ അർമാദിക്കുകയാണ് കേട്ടോ. കുറേ നേരം ഡാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരങ്ങ് തളർന്നു, അങ്ങനെ എല്ലാം മൂലക്കിരിപ്പായി കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന കോട്ടയത്തേക്കാണ്. രാവിലെ നമ്മളൊരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അങ്ങ് കോട്ടയത്ത് അക്ഷരം മ്യൂസിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഞങ്ങൾ BA ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികളെ കൊണ്ടല്ലേ പോകുന്നത്. അപ്പോൾ ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സാഹിത്യവും ഭാഷയൊക്കെ ആയിട്ടുള്ള മ്യൂസിയമാണ് ഇവിടെ. നല്ല കിടിലൻ സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ ലിറ്ററേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു വട്ടമെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് ഒന്ന് കാണേണ്ട ഒരു മ്യൂസിയം കൂടിയാണിത്. ഞങ്ങളിവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴത്തേനും 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 10 മണിക്ക് ഇത് ഓപ്പൺ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അറൗണ്ട് ഒരു 2 മണിക്കൂറോടെ സ്പെൻഡ് ചെയ്തു. പിന്നെ കുറേ നേരം നമുക്ക് പിന്നെ ബോറടിച്ചപ്പോൾ കുറച്ച് റീൽസൊക്കെ എടുക്കാനുള്ള പ്രാക്ടീസൊക്കെ നമ്മൾ ചെയ്ത് സെറ്റായിട്ടിരിപ്പുണ്ടായിരുന്നു. പറയാമേ അങ്ങനെ നമ്മളിപ്പോൾ മ്യൂസിയത്തിനകത്താണ് കേട്ടോ. മ്യൂസിയത്തിനകത്തുള്ള ഓരോരോ കാര്യങ്ങളാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. അതിൻ്റെ എൻട്രൻസ് ഇതാ ഇങ്ങനെയാണ്. അപ്പം നമ്മൾ നേരെ കയറി പോവുകയാണ്. കയറി പോകുമ്പോൾ തന്നെ നേരെ ചെന്ന് കയറുമ്പോൾ തന്നെ ഇതാ ഈ അക്ഷരം മ്യൂസിയം എന്നുള്ള സംഭവമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഓരോന്നും ഓരോ സെക്ഷനായിട്ടാണ്, 4 സെക്ഷൻസ് ആയിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സെക്ഷനോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് പുരാതന ലിപികളെക്കുറിച്ചുള്ള നമ്മൾ ഈ ശിലാലിഖിതങ്ങൾ അതെല്ലാം സംഭവങ്ങൾ നല്ല വ്യക്തമായിട്ട് നല്ല ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കുട്ടികൾക്ക് ചെയ്യാവുന്നൊരു കിയോസ്ക് പോലത്തെ ഒരു സംഭവമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് നോളജ് വേണമെങ്കിൽ അവർക്ക് അപ്പോൾ തന്നെ അവൈലബിളാക്കി കിട്ടുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഫുള്ളൊന്ന് വീഡിയോ എടുത്തു. കുട്ടികളെല്ലാം ഓരോ സെക്ഷൻസ് ഓരോരുത്തർക്കായിട്ട് അസൈൻ ചെയ്ത് ഇങ്ങനെ ഫുൾ അവർ സ്റ്റഡി ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. റോക്ക് ആർട്ടും റോക്ക് ആർട്ടിസ്റ്റ് ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഇവരിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ. എന്നിട്ട് അടുത്തത് പ്രിൻറ്റിങ്ങിനെ കുറിച്ചും ലിറ്ററേച്ചർ റൈറ്റേഴ്സിനെ കുറിച്ചും പിന്നെ അവരുടേതായ സ്പെഷ്യൽ സിഗ്നേച്ചറും അവരുടെ ബുക്കുകളും അങ്ങനെ ഓരോരോ സെക്ഷൻസ് ആയിട്ട് ഇവർ അറേഞ്ച് ചെയ്തേക്കുവാണ്. കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് ഇവരിങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. അപ്പം നമ്മൾ ഔട്ട്റീച്ച് പോയപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്പേസ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്ത് പോയെന്നുള്ളത് കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അങ്ങ് ഫീൽ ചെയ്ത സംഭവമായിരുന്നു അത്. അപ്പം ഈ ഒരു മേഖല എന്ന് പറയുമ്പം ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ആ ഒരു കാര്യം ഇവിടെ ചെന്നാലും ഇഷ്ടപ്പെടത്തുള്ളൂ. സാഹിത്യം അല്ലെങ്കിൽ ലിറ്ററേച്ചറിൻ്റെ പല പല ഡെവലപ്മെൻറ്റ്സും അതുപോലെ തന്നെ പല പല മേഖലകളെയും ആസ്പെക്റ്റിനെയൊക്കെ കുറിച്ചാണ് ഇവർ എഴുതി വെച്ചേക്കുന്നതും ഇവർ നമുക്ക് എക്സിബിറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. നമ്മൾ തന്നെ പ്രിൻറ്റിങ് പ്രസ്സിൻ്റെ എവല്യൂഷൻ കാണിക്കുന്നുണ്ട്, ഫസ്റ്റ് പ്രിൻ്റ് ചെയ്ത സംഭവം കാണിക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നും ഓരോത് നമുക്ക് ഈ നമ്മൾ മ്യൂസിയത്തിൽ പോവുകയാണെങ്കിൽ പുരാതന കാലത്തെ കാര്യങ്ങൾ തൊട്ട് നമ്മളെല്ലാം കാണുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു എവല്യൂഷൻ കാണിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആൾക്കാർക്കുള്ള ഈ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സംഭവമാണ്. സാഹിത്യത്തിന് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാണാൻ പറ്റിയ ഒരു മേഖലയിൽ താല്പര്യമുള്ളവർക്ക് കാണാൻ പറ്റിയ സംഭവമായിരുന്നു ഇതെന്ന് പറയുന്നത്. ഇനി പല പല റൈറ്റേഴ്സിൻ്റെയും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ സിഗ്നേച്ചറിൻ്റെ ഒരു എക്സിബിഷൻ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. അതായത് സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഹാൻഡ് റൈറ്റിംഗ് അല്ലെങ്കിൽ സിഗ്നേച്ചറൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് അല്ലേ. പിന്നെ ബുക്സ് നമ്മൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3-4 സെക്ഷൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അവരുടെ തന്നെ ഒരു ഡോക്യുമെൻ്ററി ഫീച്ചറിങ് പോലെ ഒരു തിയേറ്ററൊക്കെ സെറ്റ് ചെയ്ത് അവർ കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊരുപാട് ടൈം എടുക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ലഞ്ചും കഴിഞ്ഞ് നേരെ പോയത് വാഗമണ്ണിലേക്കാണ് കേട്ടോ. എന്ന് വെച്ചാൽ സമയം നമ്മൾ എത്തത്തില്ല, കാരണം കോട്ടയത്തു നിന്ന് വീണ്ടും നിങ്ങൾ ഇടുക്കിയിൽ എത്തണ്ടേ. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി പറത്തി വിട്ട് ഇതിപ്പോൾ നമ്മൾ മൊട്ടക്കുന്നിലാണ് ഉള്ളത്. ഞങ്ങളിപ്പം 2 റെയിൻകോട്ടൊക്കെ മേടിച്ചു, കണ്ണാടി മേടിച്ചു. 50 രൂപയ്ക്ക് 2 റെയിൻകോട്ട്. അതെ. പിന്നെ കണ്ണാടി ഞങ്ങൾ 100 രൂപയുടെ കണ്ണാടി. പക്ഷെ ഞങ്ങൾ ആരും പറയത്തില്ല, അപ്പുറത്ത് ബ്രാൻഡഡ് റെയിൻകോട്ട് 2, 100 രൂപയുടെ കണ്ണാടി 3. പക്ഷെ ഞങ്ങൾ ആർത്തും പറയില്ല. അപ്പുറത്ത് നമുക്ക് ഗൂച്ചിയുടെ ഷോറൂം ഉണ്ടായിരുന്നു. ഷോറൂം കണ്ണാടി അന്ത ലുക്കുണ്ട്. പവറില്ലേ പേവർ
പേര് മഴ ഞങ്ങൾ പയൻവാലി എത്തിയപ്പോൾ മുടിഞ്ഞ മഴയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ റെയിൻകോട്ടൊക്കെ വാങ്ങിച്ചിട്ട് സെറ്റായിട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചിറങ്ങിയപ്പോൾ എൻ്റെ ഇപ്പോൾ റോഡ് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോടയായിരുന്നു. അങ്ങനെ നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു. ഫുള്ളി മൈൻഡൊക്കെ റിഫ്രഷ് ആവുന്ന തിമിർത്ത് തകർത്തൊരു യാത്രയായിരുന്നു കേട്ടോ. ഒരു ദിവസം നമ്മളങ്ങ് തിമിർത്തു, നല്ലതായിട്ട് അടിച്ച് പൊളിച്ചു ഞാനും എൻ്റെ പിള്ളേരും കൂടി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വണക്കം, ടാറ്റ, ബൈ ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. നന്ദി.